ഡോക്ടറെ, എനിക്ക് അലർജി ഉണ്ട്, പക്ഷെ എന്തിനോടൊക്കെയാണ് അലർജി എന്ന് അറിയത്തില്ല. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. പലപ്പോഴും നമ്മുടെ അലർജി മാറാത്തതിന്റെ കാരണം അതിന്റെ ശരിയായ ട്രിഗർ കണ്ടെത്താത്തതാണ്. ട്രിഗർ അറിയാതെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ സിംറ്റംസ് കുറയും, പക്ഷേ പ്രോബ്ലം സോൾവ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ പ്രൊസീജിയറിൽ നമ്മുടെ തൊലിപ്പുറത്ത് തന്നെ ചെറിയ അളവിൽ വിവിധ അലർജി ട്രിഗേഴ്സ് വെച്ച് നോക്കിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരേ സമയം നമ്മുടെ ചുറ്റിലുമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമൺ അലർജൻസ് നമുക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ശ്വസിക്കുന്ന ഡസ്റ്റ്, പലതരം പൊള്ളൻസ്, വീടിനുള്ളിലെ പൂപ്പൽ അഥവാ ഫംഗൽ സ്പോർസ്, ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ചില പ്രത്യേക ഭക്ഷണ സാധനങ്ങൾ, ഇതിലേതാണ് നിങ്ങളെ ട്രിഗർ ചെയ്യിപ്പിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയാം. ഇനി ട്രിഗർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ നിന്നും പരമാവധി അകലം പാലിക്കുക. ഫോർ എക്സാമ്പിൾ, ഡെസ്മൈറ്റ് ആണെങ്കിൽ ബെഡ്ഷീറ്റ് റെഗുലർ ആയിട്ട് വാഷ് ചെയ്യുക. പെറ്റ് ഡാൻഡർ ആണെങ്കിൽ വീട്ടിൽ ആനിമൽ ഫ്രീ സോൺ മെയിൻറ്റെയിൻ ചെയ്യുക. ചില അലർജൻസ്, അതായത് പൊള്ളൻ പോലുള്ളവ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ ആന്റി ഹിസ്റ്റമിൻസും നേസൽ സ്പ്രേയും ഹെൽപ്പ് ചെയ്യും. ഇനി പൂർണ്ണമായുള്ള ഒരു റിലീഫാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു ലോങ് ടേം ട്രീറ്റ്മെന്റ് ആണ്. ഇതിൽ നമ്മുടെ മൈൽഡ് ഡോസിൽ അലർജൻസിനെ ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പതുക്കെ ശരീരം ആ അലർജിനോട് അഡ്ജസ്റ്റ് ആകും, റിയാക്ഷൻ കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അലർജി സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒട്ടും ഡിലേ ചെയ്യാതെ ഒരു അലർജി ഇവാലുവേഷൻ ചെയ്തോളൂ.